ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ കോളിഫ്ലവർ ബജ്ജി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെറും സിമ്പിളാണ്. അപ്പോൾ ഞാനൊരു 650 ഗ്രാമോളം വരുന്നൊരു കോളിഫ്ലവർ എടുത്ത് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കുന്നത് വേറൊന്നുമല്ല, ഇതിലുള്ള വിഷാംശമൊക്കെ ഉണ്ടെങ്കിലൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റൊക്കെ തിളച്ചാൽ മതിയായിരിക്കും. ഒരുപാടിട്ട് തിളപ്പിക്കാൻ നിൽക്കണ്ട. അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വെക്കാവേ. അങ്ങനെ നമ്മുടെ വെന്ത കോളിഫ്ലവർ മുഴുവനായും അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് കടലമാവ്, 1/4 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് മൈദയും, പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് ഉപ്പും അതിനോടൊപ്പം തന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ലൂസായി പോകരുത്. ബാറ്റർ നല്ല തിക്കായിട്ടിരിക്കണം. പിന്നീട് നമുക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഡ്രോപ്പോളം റെഡ് കളർ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ബാറ്ററിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ നമുക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കോളിഫ്ലവറും ബാറ്ററും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ അടുപ്പത്തോട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഇഷ്ടമാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇത് വറുത്തെടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ കുറേശ്ശെയായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാവേ. ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷമേ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാവുള്ളൂ. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് മൂത്ത് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്